നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂൺ മാസം 9-ാം തീയതി 1199-ാം ആണ്ട് ഇടവമാസം 26-ാം തീയതി ഞായറാഴ്ചയാണ്. അവധി ദിവസമാണ്. ഇന്നത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രം തന്നെയാണ്. നല്ല ശുഭ നക്ഷത്രം. പൊതുവേ ഞായറാഴ്ച, ഇന്ന് തൃതീയയാണ്. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സമയമാണ്. പൊതുവേ പറഞ്ഞാൽ നല്ല ദിവസമാണ്. നമുക്ക് ശുഭകാര്യങ്ങളെല്ലാം ചെയ്യാം. മാരേജോ മറ്റ് ഫംഗ്ഷനോ ഒക്കെ എടുക്കാവുന്ന ദിവസമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാം. അപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ദിവസം തിരഞ്ഞെടുക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂര്യൻ പ്രശസ്തിയെ തരുന്നവനാണ്, ഐശ്വര്യത്തെ തരുന്നവനാണ്. എങ്കിലും സൂര്യൻ ചൂട് ഗ്രഹമാണ്. കുറച്ച് ചൂടാക്കും, പലതരത്തിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തും. അതുകൊണ്ട് സൂര്യൻ്റെ ബന്ധം നിൽക്കുന്ന ഈ സമയം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോവേണ്ട കാലഘട്ടം തന്നെയാണ്. സൂര്യനെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി പോവേണ്ട കാലഘട്ടം തന്നെയാണ്. കാരണം അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാകാൻ ഇടവരുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സൂര്യനെ പ്രീതിപ്പെടുത്തി പോകണം. ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വർഷത്തെ ആണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പ്രധാന ഏറ്റവും ഈസി ആയിട്ട് നമുക്കുള്ള അതിന് പ്രതിവിധി എന്ന് പറയുന്നത്, നമ്മളെ പ്രശസ്തിക്കോ നമുക്ക് മറ്റ് അലച്ചിലോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു വർഷക്കാലവും നിങ്ങൾ രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുതൊള്ളുക. സൂര്യന് തൊഴുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്ത് സൂര്യനെ പ്രാർത്ഥിക്കാം. ഇഷ്ടദേവതയായിട്ട് സങ്കല്പം ചെയ്ത് സൂര്യന് പ്രകാശമാണ്, ഐശ്വര്യമാണ്, നമുക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് യാതൊരു ദേവനായിട്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ജയ ഹോമവും ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ അന്ന് ചെയ്യുക. ഒരു മഹാമൃത്യുഞ്ജയ യന്ത്രം ടെൻഷനോ അസ്വസ്ഥതയോ വരാതിരിക്കാൻ വേണ്ടി കെട്ടി ധരിക്കുക. ഇതൊക്കെ നമ്മളുടെ ദോഷത്തിൻ്റെ അളവ് കുറയ്ക്കാനും നമുക്ക് കിട്ടേണ്ട ഫലം യഥാസമയത്ത് ലഭിക്കാനും സഹായിക്കും. അപ്പോൾ എന്ത് ചെയ്യും? പ്രശസ്തി ഉണ്ടാകും. സൂര്യൻ പ്രകാശിക്കും. പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രമോഷൻ, അല്ലെങ്കിൽ വിദ്യയിൽ നല്ല റിസൾട്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമുക്ക് അംഗീകാരങ്ങൾ ഒക്കെ ലഭിക്കുന്നതിന് സഹായിക്കും. അതുപോലെ ഇന്ന് ദിവസം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞ നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങാവുന്ന ദിവസമാണ്. എങ്കിൽ പോലും നമുക്ക് യാത്ര തിരിക്കുമ്പോൾ രാവുകാലം നോക്കി, നമ്മളിപ്പോൾ ഇന്ന് അവധി ദിവസമൊക്കെയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളെ എവിടെയോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ ഔട്ടിങ്ങിനോ ഒക്കെ പോകുന്നത് വൈകുന്നേര സമയത്തായിരിക്കാം. അപ്പോൾ ഈ സമയത്ത് രാവുകാലം നോക്കി വേണം പോകാൻ. അപ്പോൾ നമ്മൾ രാവുകാലം നോക്കാറുണ്ട്. പലരും കലണ്ടറിൽ നോക്കിയിട്ട് പോകും. അന്ന് 4:30 തൊട്ട് 6 മണി വരെ നീട്ടിരിക്കും. അപ്പോൾ 4:30 കഴിഞ്ഞ ഉടനെ ഇറങ്ങും. അപ്പോൾ രാവുകാലം ആവില്ല ശരിക്കും. അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞിട്ട് ഉടനെ ഇറങ്ങും. അപ്പോൾ രാവുകാല സമയമായി പോകും. അപ്പോൾ രാവുകാല സമയം അന്ന് 5 മണി ശരിക്കും 7 മിനിറ്റ് തൊട്ട് ആരംഭിക്കുകയേ ഉള്ളൂ. അത് 6 മണി 41 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ 6:41 ശേഷമോ 5 മണി 7 മിനിറ്റിന് മുമ്പോ നിങ്ങൾ യാത്ര തിരിക്കണം. അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞതും ശരിക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം 12 മണി മുതൽ 12:48 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. നമുക്ക് രണ്ട് സമയങ്ങൾ ഒരു കാര്യങ്ങൾക്ക് എടുത്തുകൂടാത്ത സമയമാണ്. മൊത്തത്തിൽ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയമാണ് ഗുളികകാലവും യമകണ്ഠകാലവും. ഗുളികകാല സമയം വരുന്നത് ശരിക്ക് 3 മണി 32 മിനിറ്റ് തൊട്ട് 5 മണി 7 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം വരുന്നത് ശരിക്ക് 12 മണി 24 മിനിറ്റ് തൊട്ട് 1 മണി 58 മിനിറ്റ് വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല.
അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പോകുമ്പോഴും വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ റോസ് കളറോ അതേപോലെ ചുടികളുടെ കളറിലോ ഉള്ള വസ്ത്രം നമ്മൾ പാൻറ്റായിട്ടോ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ചുരിദാറായിട്ടോ ബ്ലൗസായിട്ടോ ഒക്കെ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വരും. നമ്മൾ പോകുന്ന സ്ഥലത്ത് ശോഭിക്കാനിട വരും. നമ്മൾ ശ്രദ്ധേയമായി പെടും. ഒരു വേദിയിൽ തന്നെ നമ്മൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്താൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.